അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ? ഇന്നൊരു ശനിയാഴ്ചയാണ്, മടിയുള്ള ദിവസമാണ്, എന്നാൽ പണിയുണ്ട്. പിന്നെ നമുക്ക് ഓഫീസിൽ പോകേണ്ട, വർക്ക് ഫ്രം ഹോം ആയതും കൊണ്ട് ഒരു സമാധാനമുണ്ട്. ഈ രാവിലെ എണീറ്റ് ബാൽക്കണി നോക്കുന്ന ഒരു പ്രത്യേക വ്യൂ അല്ലേ? അങ്ങനെ സൂര്യനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചായ കുടിക്കേണ്ട സമയം കഴിഞ്ഞെന്ന്. അപ്പം ഞാൻ വന്ന് വേഗം കിച്ചണിൽ വന്ന് ഒരു ചായയൊക്കെ ഇട്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് മലയാളികൾക്ക് പൊതുവേ ചായയാണല്ലോ വികാരം. രാവിലെ ചായ, ഉച്ചയ്ക്കും ചായ കിട്ടിയാൽ വേണമെങ്കിൽ കുടിക്കും, വൈകുന്നേരം പിന്നെ ചായ ഇല്ലാണ്ട് പറ്റേയില്ല. അപ്പം ഞാൻ ലൈറ്റായിട്ടൊരു കട്ടനിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയി ബാൽക്കണിയിൽ സൂര്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സൂര്യനെ കണ്ടുകൊണ്ടിരുന്നൊരു ഗ്ലാസ് ചായ, മറ്റേ എസ്തറ്റിക് വൈബ് ആ സംഭവമൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ എടുക്കുന്ന സംഭവത്തിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചായയിൽ ചൂടൊക്കെ ഊതി കാണിച്ചിട്ട് ബാൽക്കണിയിൽ പോയിരിക്കുകയാണ്. എന്തായാലും ഈ ബാൽക്കണിയുടെ ഒരു പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും. വർക്ക് ചെയ്യുമ്പോഴും ബാൽക്കണിയിൽ ഇരിക്കാൻ ഇഷ്ടമാണ്, എപ്പോഴും അവിടെ പോയി ഇരിക്കാൻ ഇഷ്ടമാണ്. നല്ലൊരു പ്രത്യേക വ്യൂ ആണ് ബാൽക്കണി എന്നുള്ളത്. കുറച്ച് നേരം വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്. നമ്മൾ വീട് മിസ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ നാട് മിസ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. എനിക്ക് സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായി. മസാല പുരട്ടി വെച്ചെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രിഡ്ജ് ഉണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന്. പക്ഷേ ഫ്രിഡ്ജില്ല. മസാല പെറ്റി വയ്ക്കാൻ തണുപ്പുള്ള ഏരിയയിലുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പ് എന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യണ ഒരു കാര്യം. ചിക്കൻ്റെ മസാല പുരട്ടിയിട്ട് ഒരു അണ്ടാവോ പാത്രമോ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കൻ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചത് അതിനകത്ത് കയറി വെച്ചൊരു പാത്രം വെച്ച് മൂടി ബാൽക്കണി കൊണ്ട് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും ഫ്രീസറിൽ നിന്ന് നമ്മൾ എങ്ങനെ ചിക്കൻ എടുക്കണോ അതുപോലെ ഇരിക്കുന്നുണ്ടാവും. കാരണം പുറത്ത് അത്ര തണുപ്പാണ്. ചിക്കൻ എടുത്ത് പിന്നെ രണ്ടാമതെടുത്ത് കഴിവൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് രണ്ടാമതെടുത്ത് വറുത്ത് ചിക്കൻ വറുത്തപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് അധികമായി. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈയും ചോറും മാറ്റി ചിക്കൻ ഫ്രൈയും ബിരിയാണി ഉണ്ടാക്കിയതെന്ന്. പക്ഷേ തലശ്ശേരി ദം ബിരിയാണി ആയിരിക്കണമെന്ന്. 2 മണി വരെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സമാധാനത്തോടെ മനസ്സറിഞ്ഞ് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി സെപ്പറേറ്റായിട്ട് റൈസും ചിക്കനൊക്കെ വെച്ച് ദമ്മൊക്കെ ഇട്ട് നല്ല ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി. ഞാൻ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. ആ ആവി പറക്കണം എൻ്റെ മണം. എനിക്ക് ഇപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ പോലും ചിക്കൻ ബിരിയാണി കൊടുക്കുമ്പോൾ കൊതി വരണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ തിന്നണ കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ? ഞാൻ തിന്നിട്ട് എങ്ങനെ അഭിപ്രായം പറയേണ്ടതെന്ന് കാണിക്കണമല്ലോ. നല്ല ചൂടുണ്ട്, എൻ്റെ വായ പൊള്ളിയില്ലാന്നുള്ളൂ, പക്ഷേ അടിപൊളിയായിരുന്നു. ചിക്കൻ ബിരിയാണി ഒക്കെ തിന്ന ക്ഷീണത്തിന് ഞങ്ങൾ നടക്കാറിറങ്ങി.